ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഒപ്പം തന്നെ കൃപയിലേക്ക് സ്വാഗതം ചെയ്തു. ദൈവത്തിൻ്റെ തിരുവചനം ഓരോ ദിവസവും നിങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ വചനത്തെ പറയുവാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിക്കുന്നുവല്ല. നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് അനുഗ്രഹമായിരിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വചനശബ്ദം ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. സെഖര്യാവ് അവരെ കണ്ടു ഭ്രമിച്ചു, ഭയപരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സെഖര്യാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേർ ഇടണം. നമുക്ക് സുപരിചിതമായ ഒരു ദൈവവചനമാണ് ഞാനിന്ന് നിങ്ങളുടെ നടുവിൽ വായിച്ചിരിക്കുന്നത്. സെഖര്യാ പ്രവാചകനായ സെഖര്യാവ് ശക്തമായ ദൈവിക ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവാചകൻ്റെ ജീവിതത്തിനകത്ത് നീണ്ട കാലഘട്ടങ്ങൾ തലമുറയില്ലാതെ അവൻ മച്ചനായി, തലമുറയില്ലെങ്കിൽ അങ്ങനെ പേര് വിളിക്കുന്നത്, അങ്ങനെ തങ്ങൾ ആരും ആഗ്രഹിക്കാത്ത പേരിൻ്റെ ഉടമകളായി ജീവിതത്തിനകത്ത് കടന്നുപോയ കുറേ കാലഘട്ടം അവരുടെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. പക്ഷേ ഈ കുടുംബത്തിൻ്റെ പശ്ചാത്തലം എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു. ദൈവത്തെ ഭയമുള്ള, നീതിയോടെ കർത്താവിൻ്റെ സകല കൽപ്പനകളും ന്യായങ്ങളും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയ്ക്കകത്തും ദൈവിക പദ്ധതിക്കകത്തും മാത്രം നിൽക്കുന്ന ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തെ ഈ സെഖര്യാവിൻ്റെ കുടുംബത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്ന് ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവർന്നു ദൈവിക സാന്നിധ്യത്തിനകത്ത് വിശുദ്ധിയോടും വേർപാടോടും കൂടി ദൈവശബ്ദത്തിന് മാത്രം വില കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ദൈവജനത്തിൻ്റെ നടുവിൽ വലിയ പോരായ്മകൾ ഈ സെഖര്യാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നത്തോടെ, മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ ചോദ്യചിഹ്നത്തോടെ കൂടി നിന്ന് കുറച്ച് കാലഘട്ടം ഉണ്ടാകാം. ദൈവാത്മാർന്ന കാലഘട്ടത്തെ ഒന്ന് തിരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നെന്ന് എന്ന് പറഞ്ഞ സെഖര്യാവേ, നീ ധൂപം കാട്ടുമ്പോഴും ദൈവിക ശുശ്രൂഷ അകത്തളത്തിൽ ചെയ്യുമ്പോഴും മറ്റു ജനത്തിനു വേണ്ടി നീ ഇറങ്ങി നിൽക്കുമ്പോഴും, നീ അനേകം ജനത്തിനു വേണ്ടി ഇറങ്ങി നിൽക്കുമ്പോഴും, നിന്റെ ജീവിതത്തെ നോക്കി അതേ വലിയ ചോദ്യചിഹ്നത്തോടെ നിൽക്കുമ്പോൾ ദൈവാത്മാവ് ഇടപെടുന്നു. ഈ മനുഷ്യന്, ഈ ഒരു ഭക്തന്റെ ജീവിതത്തിനകത്ത് ദൈവവുമായുള്ള ബന്ധത്തിൽ, അവരുടെ കുടുംബമായ ജീവിതത്തിനകത്ത് അവർ ഏറ്റവും ശ്രേഷ്ഠതയോടെ ജീവിക്കുവാനിടയായെന്ന് നമുക്ക് ഈ 1-ാം അധ്യായത്തിനകത്ത് കാണുന്നു. എന്നാൽ പ്രതീക്ഷിക്കാത്ത, ഇത് ഈ സെഖര്യാവ് പ്രാർത്ഥനാവീരനാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. അല്ലെങ്കിൽ സെഖര്യാവിനോട് പറയത്തില്ല, സെഖര്യാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന്. കാരണം സെഖര്യാവ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. പ്രാർത്ഥിക്കുന്നവളാണോ ദൈവാത്മാവ് ഏതു സാഹചര്യത്തിനകത്തു നിന്നെ പുറത്തു കൊണ്ടുവരാൻ, നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുവാൻ, നിനക്ക് വേണ്ടി ഇറങ്ങി നിന്ന് സംസാരിക്കുവാൻ ദൈവാത്മാവ് പറയുന്നു. ഒരു ദൂതൻ സെഖര്യാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ in the name of Jesus Christ, ഈ സമയം ദൈവജനത്തിൻ്റെ മേൽ, ഇപ്പോൾ ഞാൻ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിൻ്റെ നടുവിലേക്ക് അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങട്ടെ. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി സംസാരിക്കട്ടെ. സെഖര്യാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും. ഏതേലും പേരാണെന്നല്ല, അവൻ്റെ പേര് യോഹന്നാൻ എന്നിടണം. യോഹന്നാൻ്റെ അർത്ഥമെന്നല്ലോ, യോഹന്നാൻ സാധാരണക്കാരനല്ല. നിന്റെ തലമുറ നീണ്ട വർഷങ്ങൾ ഈ ദൈവിക പദ്ധതിക്കകത്തിരുന്നിട്ടു നീണ്ട വർഷങ്ങൾ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലാതെ, ഇന്ന് ഈ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് ശക്തമായി പ്രവചിക്കാൻ പറയുന്നല്ലോ. നീണ്ട കാലഘട്ടം നിന്റെ മുമ്പിൽ ചോദ്യചിഹ്നത്തോടെ, ചോദ്യം മാത്രമായി ഉത്തരവില്ലാതെ നിൽക്കുന്ന ചില വിഷയത്തിന്മേൽ സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി ചലിക്കാൻ പോകുകയാണ്. ആത്മാവ് ഇടപെടുന്നു. കർത്താവേ, ഈ സമയം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവജനത്തിന്റെ നടുവിൽ ഒരു വലിയ ദൈവമഹത്വം ചലിച്ചു തുടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ ഏത് വിഷയത്തിന്മേലാണോ